മനുഷ്യായുസ് വർദ്ധിപ്പിക്കാൻ എലികളുടെ കരളിൽ നടത്തിയ പരീക്ഷണം വിജയമെന്ന് ശാസ്ത്രജ്ഞർ. ബാരിലാൻ യൂണിവേഴ്സിറ്റി, US, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏജിംഗ്, ടെൽ അവീവ് സർവകലാശാല എന്നിവിടങ്ങളിലെ ഗവേഷകർ ദീർഘായുസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന SRT6ന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രായമായ എലികളുടെ കരളിൽ പ്രായവുമായി ബന്ധപ്പെട്ട കുറവിന്റെ പ്രധാന ലക്ഷണങ്ങൾ മാറ്റിയെന്ന് വെളിപ്പെടുത്തി. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ എല്ലാറ്റിനുമുപരി ഒരു വൺ വേ സ്ട്രീറ്റ് ആയിരിക്കില്ല എന്നും DNA ആർക്കിടെക്ചർ മാപ്പ് ചെയ്യുന്നതിനും തത്സമയം ജീൻ പ്രവർത്തനം അളക്കുന്നതിനുമുള്ള നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണ സംഘം SRT6 നൽകിയ പ്രായമായ എലികളെക്കുറിച്ച് പഠിച്ചു. ഇത് വീക്കം, വാർദ്ധക്യം എന്നിവയുമായി ബന്ധപ്പെട്ട ജീനുകളെ നിശബ്ദമാക്കുന്നു. കരൾ കലകളിലെ കോശങ്ങളിലെ പ്രായവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ റീവൈൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതായി ഗവേഷകാംഗമായ പ്രൊഫ്. ഹൈൻ കോഹൻ പറഞ്ഞു. ഞങ്ങൾ ഒരു പഴയ കരൾ എടുത്ത് അതിന്റെ DNA ഓർഗനൈസേഷന് വളരെ പ്രായം കുറഞ്ഞ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിച്ചു. കോഹൻ പറഞ്ഞു. ഇതുമൂലം വാർദ്ധക്യ പ്രക്രിയയ്ക്ക് അടിസ്ഥാനമായ അടിസ്ഥാന ജൈവ സംവിധാനങ്ങളെക്കുറിച്ചും വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ എങ്ങനെ വൈകിപ്പിക്കാമെന്നും തടയാമെന്നും കോഹന്റെ ലാബ് പര്യവേഷണം ചെയ്യുന്ന പരീക്ഷണത്തിനായി ഗവേഷകർ സാധാരണ എലികളെ എടുത്ത് അവയെ സ്വാഭാവികമായി 24 മാസം വരെ പ്രായമാകാൻ അനുവദിച്ചു. ഇത് മനുഷ്യരിൽ ഏകദേശം 70 കുറയ്ക്കുക 80 വർഷം വരെ പ്രായത്തിന് തുല്യമാണ്. തുടർന്ന് SRT6 പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിച്ചു. പരീക്ഷണം മൃഗങ്ങളിലും മനുഷ്യരിലും SRT6ന്റെ കണ്ടെത്തൽ ആരോഗ്യവും ദീർഘായുസ്സും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണിക്കുന്നുവെന്ന് നേച്ചർ കമ്മ്യൂണിക്കേഷൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ എല്ലാറ്റിനുമുപരി ഒരു വൺ വേ സ്ട്രീറ്റ് ആയിരിക്കില്ല എന്നും DNA ആർക്കിടെക്ചർ മാപ്പ് ചെയ്യുന്നതിനും തത്സമയം ജീൻ പ്രവർത്തനം അളക്കുന്നതിനുമുള്ള നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കരൾ കലകളിലെ കോശങ്ങളിലെ പ്രായവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ റീവൈൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതായി ഗവേഷകാംഗമായ പ്രൊഫ്. ഹൈൻ കോഹൻ പറഞ്ഞു. ഞങ്ങൾ ഒരു പഴയ കരൾ എടുത്ത് അതിന്റെ DNA ഓർഗനൈസേഷന് വളരെ പ്രായം കുറഞ്ഞ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിച്ചു. കോഹൻ പറഞ്ഞു. പരീക്ഷണം മൃഗങ്ങളിലും മനുഷ്യരിലും SRT6ന്റെ കണ്ടെത്തൽ ആരോഗ്യവും ദീർഘായുസ്സും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണിക്കുന്നുവെന്ന് നേച്ചർ കമ്മ്യൂണിക്കേഷൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു.